അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഭാഗ്യസംഖ്യയും മറ്റ് അനുകൂല സംഖ്യകളെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലെയുള്ള ജ്യോതിഷ നിർദ്ദേശങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തിയുള്ള മറ്റു വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യൻ അവന്റെ ഉൽപ്പത്തി മുതൽ പ്രപഞ്ചരഹസ്യങ്ങളെയും ഭാവിയെയും കുറിച്ചറിയാൻ അതീവ തൽപരനായിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഫലമായി രൂപം കൊണ്ട നിരവധി ജ്ഞാനശാഖകളിലൊന്നാണ് സംഖ്യാശാസ്ത്രം. അക്കങ്ങൾക്ക് കേവലം ഗണപരമായ മൂല്യം മാത്രമല്ല, ഓരോന്നിനും അതിൻ്റേതായ ഊർജവും പ്രഭാവവുമുണ്ടെന്നും ഈ സംഖ്യകൾ മനുഷ്യന്റെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും സ്വാധീനിക്കുമെന്നും സംഖ്യാശാസ്ത്രം വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ എന്താണ് സംഖ്യാശാസ്ത്രമെന്നും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നും ജ്യോതിഷത്തിലെ 27 നക്ഷത്രക്കാർക്കും അനുയോജ്യമായ ഭാഗ്യസംഖ്യകൾ ഏതൊക്കെയാണെന്നും വിശദമായി പ്രതിപാദിക്കാം. സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി ഓരോ സംഖ്യയ്ക്കും ഒരു പ്രത്യേക വൈബ്രേഷൻ അഥവാ സ്പന്ദനമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണിത്. നമ്മുടെ ജനന തീയതി, പേര് എന്നിവയിലെ അക്ഷരങ്ങളെ സംഖ്യകളാക്കി മാറ്റി ഒരു വ്യക്തിയുടെ സ്വഭാവം, കഴിവുകൾ, ജീവിതത്തിലെ വെല്ലുവിളികൾ, ഭാഗ്യം എന്നിവയെക്കുറിച്ച് പ്രവചിക്കാൻ ഇത് സഹായിക്കുന്നു. ഭാരതീയ ജ്യോതിഷത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതം നിർണ്ണയിക്കുന്നത് അവരുടെ ജനന സമയത്തെ ഗ്രഹനിലയും നക്ഷത്രവുമാണ്. 27 നക്ഷത്രങ്ങൾക്കും ഓരോ അധിപഗ്രഹങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രത്തിന്റെ അധിപനായ ഗ്രഹവുമായി ബന്ധപ്പെട്ട സംഖ്യ ആ വ്യക്തിക്ക് ഭാഗ്യദായകവും ഊർജ്ജദായകവുമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി ഓരോ നക്ഷത്രത്തിന്റെയും അധിപഗ്രഹത്തെ അടിസ്ഥാനമാക്കി അവരുടെ പ്രധാന ഭാഗ്യസംഖ്യയും മറ്റനുകൂല സംഖ്യകളും ഏതൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. അശ്വതി നക്ഷത്രാധിപൻ കേതുവാണ്. പ്രധാന ഭാഗ്യസംഖ്യയായി പറയുന്നത് 7 കേതുവിന്റെ സംഖ്യയായ 7 ആത്മീയത, ഗവേഷണം, ഉൾക്കാഴ്ച എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അശ്വതി നക്ഷത്രക്കാർ വേഗതയും ഊർജ്ജസ്വലതയുമുള്ളവരാണ്. ഇവർക്ക് 7 എന്ന സംഖ്യ ആഴത്തിലുള്ള ചിന്തകൾക്കും ജീവിത വിജയത്തിനും സഹായിക്കും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 6 എന്നിവയാണ്. ഭരണി നക്ഷത്രാധിപൻ ശുക്രനാണ്. പ്രധാന ഭാഗ്യസംഖ്യയായി കാണുന്നത് 6. ശുക്രന്റെ സംഖ്യയായ 6 സ്നേഹം, കല, സൗന്ദര്യം, ഭൗതികസുഖങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് ഈ സംഖ്യ ബന്ധങ്ങളിലും സർഗാത്മക മേഖലകളിലും വിജയം നൽകും. മറ്റ് അനുകൂല സംഖ്യകൾ 3, 5, 7, 8 എന്നിവയാണ്. കാർത്തിക നക്ഷത്രാധിപൻ സൂര്യനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 1. സൂര്യന്റെ സംഖ്യയായ 1 നേതൃത്വപാടവം, ആത്മവിശ്വാസം, ഭരണശേഷി എന്നിവ നൽകുന്നു. കാർത്തിക നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ നേതൃത്വ ഗുണങ്ങളെ ഈ സംഖ്യ പരിപോഷിപ്പിക്കുന്നു. മറ്റ് അനുകൂല സംഖ്യകൾ 2, 3, 5, 9 എന്നിവയാണ്. രോഹിണി നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 2. ചന്ദ്രന്റെ സംഖ്യയായ 2 സൗന്ദര്യം, ശാന്തത, സഹകരണം, വികാരങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. രോഹിണി നക്ഷത്രക്കാരുടെ ആകർഷകമായ വ്യക്തിത്വത്തിനും കലാപരമായ കഴിവുകൾക്കും ഈ സംഖ്യ ബലം നൽകും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 3, 5, 7 എന്നിവയാണ്. മകിരയം നക്ഷത്രാധിപൻ ചൊവ്വയാണ്. പ്രധാന സംഖ്യ 9. ചൊവ്വയുടെ സംഖ്യയായ 9 ധൈര്യം, ഊർജ്ജസ്വലത, മാനുഷിക പരിഗണന എന്നിവയെ സൂചിപ്പിക്കുന്നു. മകിരയം നക്ഷത്രക്കാരുടെ അന്വേഷണാത്മക സ്വഭാവത്തിനും പ്രവർത്തനശേഷിക്കും 9 എന്ന സംഖ്യ കരുത്തുപകരും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 6 എന്നിവയാണ്. തിരുവാതിര നക്ഷത്രാധിപൻ രാഹുവാണ്. പ്രധാന ഭാഗ്യസംഖ്യ 4. രാഹുവിന്റെ സംഖ്യയായ 4 ചിട്ട, കഠിനാധ്വാനം, അപ്രതീക്ഷിത നേട്ടങ്ങൾ, ഭൗതികവാദം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിന് 4 എന്ന സംഖ്യ സഹായകമാണ്. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 2, 7, 8 എന്നിവയാണ്. പുണർഥം നക്ഷത്രാധിപൻ വ്യാഴമാണ്. പ്രധാന ഭാഗ്യസംഖ്യ 3. വ്യാഴത്തിന്റെ സംഖ്യയായ 3 ജ്ഞാനം, സന്തോഷം, ശുഭാപ്തി വിശ്വാസം, സർഗാത്മകത എന്നിവ നൽകുന്നു. പുണർഥം നക്ഷത്രക്കാരുടെ നല്ല പെരുമാറ്റത്തിനും അറിവ് നേടാനുള്ള കഴിവിനും ഈ സംഖ്യ ഗുണകരമാണ്. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 5, 9 എന്നിവയാണ്. പൂയം നക്ഷത്രാധിപൻ ശനിയാണ്. പ്രധാന ഭാഗ്യസംഖ്യ 8. ശനിയുടെ സംഖ്യയായ 8 സ്ഥിരത, കഠിനാധ്വാനം, അധികാരം, സാമ്പത്തിക വിജയം എന്നിവയെ സൂചിപ്പിക്കുന്നു. പൂയം നക്ഷത്രക്കാരുടെ അച്ചടിക്കത്തിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവിനും 8 എന്ന സംഖ്യ കരുത്തുപകരും.
മറ്റ് അനുകൂല സംഖ്യകൾ 3, 5, 6 എന്നിവയാണ്. ആയില്യം നക്ഷത്രാധിപൻ ബുധനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 5 ആണ്. ബുധന്റെ സംഖ്യയായ 5 ബുദ്ധി, ആശയവിനിമയം, മാറ്റങ്ങളോടുള്ള പൊരുത്തപ്പെടൽ, സ്വാതന്ത്ര്യം എന്നിവയെ നൽകുന്നു. ആയില്യം നക്ഷത്രക്കാരുടെ സൂക്ഷ്മബുദ്ധിക്കും വാക്ചാതുരിക്കും ഈ സംഖ്യ ഊർജം പകരും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 6, 8 എന്നിവയാണ്. മകം നക്ഷത്രാധിപൻ കേതുവാണ്. പ്രധാന ഭാഗ്യസംഖ്യ 7 ആണ്. കേതുവിന്റെ സംഖ്യയായ 7 പാരമ്പര്യം, ആത്മീയത, ആഴത്തിലുള്ള അറിവ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മകം നക്ഷത്രക്കാർക്ക് നേതൃത്വത്തോടൊപ്പം ആത്മീയമായ ഉയർച്ച നേടാനും ഈ സംഖ്യ സഹായിക്കും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 9 എന്നിവയാണ്. പൂരം നക്ഷത്രാധിപൻ ശുക്രനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 6 ആണ്. ശുക്രന്റെ സംഖ്യയായ 6 സ്നേഹം, കല, ആഡംബരം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. പൂരം നക്ഷത്രക്കാരുടെ സൗഹൃദ മനോഭാവത്തിനും ജീവിതം ആസ്വദിക്കാനുള്ള കഴിവിനും ഈ സംഖ്യ ഗുണകരമാണ്. മറ്റ് അനുകൂല സംഖ്യകൾ 1, 3, 5, 7 എന്നിവയാണ്. ഉത്രം നക്ഷത്രാധിപൻ സൂര്യനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 1 ആണ്. സൂര്യന്റെ സംഖ്യയായ 1 സ്ഥിരോത്സാഹം, ആത്മാഭിമാനം, ഉത്തരവാദിത്വബോധം എന്നിവ നൽകുന്നു. ഉത്രം നക്ഷത്രക്കാരുടെ സ്ഥിരതയ്ക്കും ജീവിതത്തിലെ ഉന്നത സ്ഥാനങ്ങൾ നേടാനും ഈ സംഖ്യ സഹായിക്കും. മറ്റ് അനുകൂല സംഖ്യകൾ 2, 3, 5, 9 എന്നിവയാണ്. അത്തം നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 2 ആണ്. ചന്ദ്രന്റെ സംഖ്യയായ 2 കാര്യക്ഷമത, സഹാനുഭൂതി, കരകൗശല കഴിവുകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അത്തം നക്ഷത്രക്കാരുടെ കഠിനാധ്വാനത്തിനും സേവന മനോഭാവത്തിനും ഈ സംഖ്യ ഊർജം നൽകും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 4, 5, 7 എന്നിവയാണ്. ചിത്തില നക്ഷത്രാധിപൻ ചൊവ്വയാണ്. പ്രധാന ഭാഗ്യസംഖ്യ 9 ആണ്. ചൊവ്വയുടെ സംഖ്യയായ 9 ധൈര്യം, ആകർഷണീയത, നിർമ്മാണാത്മക കഴിവുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ചിത്തിര നക്ഷത്രക്കാരുടെ സൗന്ദര്യബോധത്തിനും ഊർജ്ജസ്വലതയ്ക്കും ഈ സംഖ്യ കരുത്തു പകരും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 6 എന്നിവയാണ്. ചോതി നക്ഷത്രാധിപൻ രാഹുവാണ്. പ്രധാന ഭാഗ്യസംഖ്യ 4 ആണ്. രാഹുവിന്റെ സംഖ്യയായ 4 സ്വാതന്ത്ര്യം, നയതന്ത്രജ്ഞത, ആശയവിനിമയം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ചോതി നക്ഷത്രക്കാരുടെ സ്വതന്ത്ര ചിന്തയ്ക്കും സാമൂഹിക ബന്ധങ്ങൾക്കും ഈ സംഖ്യ ഗുണകരമാണ്. മറ്റ് അനുകൂല സംഖ്യകൾ 5, 6, 7, 8 എന്നിവയാണ്. വിശാഖം നക്ഷത്രാധിപൻ വ്യാഴമാണ്. പ്രധാന ഭാഗ്യസംഖ്യ 3 ആണ്. വ്യാഴത്തിന്റെ സംഖ്യയായ 3 ലക്ഷ്യബോധം, അറിവ്, ശുഭാപ്തി വിശ്വാസം എന്നിവ നൽകുന്നു. വിശാഖം നക്ഷത്രക്കാരുടെ ഉറച്ച തീരുമാനങ്ങൾക്കും ജീവിത വിജയത്തിനും ഈ സംഖ്യ സഹായിക്കും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 9 എന്നിവയാണ്. അനിഴം നക്ഷത്രാധിപൻ ശനിയാണ്. പ്രധാന ഭാഗ്യസംഖ്യ 8. ശനിയുടെ സംഖ്യയായ 8 സഹകരണം, സ്ഥിരോത്സാഹം, ആത്മീയത, സംഘാടന മികവ് എന്നിവയെ സൂചിപ്പിക്കുന്നു. അനിഴം നക്ഷത്രക്കാരുടെ സൗഹൃദത്തിനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവിനും ഈ സംഖ്യ കരുത്തുപകരും. മറ്റ് അനുകൂല സംഖ്യകൾ 4, 5, 6 എന്നിവയാണ്. തൃക്കേട്ട നക്ഷത്രാധിപൻ ബുധനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 5. ബുധന്റെ സംഖ്യയായ 5 ബുദ്ധികൂർമ്മത, കാര്യനിർവഹണശേഷി, സംരക്ഷണ മനോഭാവം എന്നിവ നൽകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ബുദ്ധിപരമായ കഴിവുകൾക്കും അധികാരം നേടാനും ഈ സംഖ്യ സഹായിക്കും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 6 എന്നിവയാണ്. മൂലം നക്ഷത്രാധിപൻ കേതുവാണ്. പ്രധാന ഭാഗ്യസംഖ്യ 7. കേതുവിന്റെ സംഖ്യയായ 7 ആത്മീയ അന്വേഷണം, സത്യസന്ധത, ഗവേഷണ മനോഭാവം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മൂലം നക്ഷത്രക്കാരുടെ ആഴത്തിലുള്ള ചിന്തയ്ക്കും തത്വജ്ഞാനപരമായ വളർച്ചയ്ക്കും ഈ സംഖ്യ ഗുണകരമാണ്. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 9 എന്നിവയാണ്. പൂരാടം നക്ഷത്രാധിപൻ ശുക്രനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 6 ആണ്. ശുക്രന്റെ സംഖ്യയായ 6 ശുഭാപ്തി വിശ്വാസം, സൗഹൃദം, കല, വിജയം എന്നിവയെ സൂചിപ്പിക്കുന്നു. പൂരാടം നക്ഷത്രക്കാരുടെ സാമൂഹിക ജീവിതത്തിനും ജീവിത വിജയത്തിനും ഈ സംഖ്യ കരുത്തുപകരും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 3, 5, 8 എന്നിവയാണ്. ഉത്രാടം നക്ഷത്രാധിപൻ സൂര്യനാണ്.
പ്രധാന ഭാഗ്യസംഖ്യ 1 സൂര്യന്റെ സംഖ്യയായ 1 നേതൃത്വം, വിനയം, കഠിനാധ്വാനം, ഉത്തരവാദിത്വം എന്നിവ നൽകുന്നു. ഉത്രാടം നക്ഷത്രക്കാരുടെ സ്ഥിരതയ്ക്കും ജീവിതത്തിലെ ഉന്നത സ്ഥാനങ്ങൾ നേടാനും ഈ സംഖ്യ സഹായിക്കും. മറ്റ് അനുകൂല സംഖ്യകൾ 2, 3, 5, 9 എന്നിവയാണ്. തിരുവോണം നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 2 ചന്ദ്രന്റെ സംഖ്യയായ 2 അറിവ്, ആശയവിനിമയം, പാരമ്പര്യം, സഹാനുഭൂതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. തിരുവോണം നക്ഷത്രക്കാരുടെ കേൾക്കാനും പഠിക്കാനുമുള്ള കഴിവിനും സാമൂഹിക അംഗീകാരത്തിനും ഈ സംഖ്യ ഗുണകരമാണ്. മറ്റ് അനുകൂല സംഖ്യകൾ 1, 5, 7, 8 എന്നിവയാണ്. അവിട്ടം നക്ഷത്രാധിപൻ ചൊവ്വയാണ്. പ്രധാന ഭാഗ്യസംഖ്യ 9 ചൊവ്വയുടെ സംഖ്യയായ 9 ധനം, പ്രശസ്തി, താളം, ഊർജ്ജസ്വലത എന്നിവയെ സൂചിപ്പിക്കുന്നു. അവിട്ടം നക്ഷത്രക്കാരുടെ സംഗീതത്തിലും കലയിലുമുള്ള അഭിരുചിക്കും ഭൗതിക നേട്ടങ്ങൾക്കും ഈ സംഖ്യ ഊർജ്ജം പകരും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 3, 4, 6 എന്നിവയാണ്. ചതയം നക്ഷത്രാധിപൻ രാഹുവാണ്. പ്രധാന ഭാഗ്യസംഖ്യ 4 രാഹുവിന്റെ സംഖ്യയായ 4 നിഗൂഢത, രോഗശാന്തി, ആത്മീയത, വേറിട്ട ചിന്തകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ചതയം നക്ഷത്രക്കാരുടെ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന സ്വഭാവത്തിനും ഗവേഷണപരമായ കഴിവുകൾക്കും ഈ സംഖ്യ കരുത്തുപകരും. മറ്റ് അനുകൂല സംഖ്യകൾ 6, 7, 8 എന്നിവയാണ്. പൂരുരുട്ടാതി നക്ഷത്രാധിപൻ വ്യാഴമാണ്. പ്രധാന ഭാഗ്യസംഖ്യ 3 വ്യാഴത്തിന്റെ സംഖ്യയായ 3 ആത്മീയജ്ഞാനം, ശുഭാപ്തിവിശ്വാസം, ആശയങ്ങൾ, ത്യാഗമനോഭാവം എന്നിവ നൽകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ആദർശപരമായ ജീവിതത്തിനും അറിവിനോടുള്ള താൽപ്പര്യത്തിനും ഈ സംഖ്യ ഗുണകരമാണ്. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 5, 9 എന്നിവയാണ്. ഉത്രട്ടാതി നക്ഷത്രാധിപൻ ശനിയാണ്. പ്രധാന ഭാഗ്യസംഖ്യ 8 ശനിയുടെ സംഖ്യയായ 8 നിയന്ത്രണം, ക്ഷമ, ജ്ഞാനം, സ്ഥിരത എന്നിവയെ സൂചിപ്പിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നിയന്ത്രിത സ്വഭാവത്തിനും ആഴത്തിലുള്ള ജ്ഞാനത്തിനും ജീവിത വിജയത്തിനും ഈ സംഖ്യ സഹായിക്കും. മറ്റ് അനുകൂല സംഖ്യകൾ 3, 5, 6 എന്നിവയാണ്. രേവതി നക്ഷത്രാധിപൻ ബുധനാണ്. പ്രധാന ഭാഗ്യസംഖ്യ 5 ബുധന്റെ സംഖ്യയായ 5 സഹാനുഭൂതി, മൃഗങ്ങളോടുള്ള വാത്സല്യം, ബുദ്ധിശക്തി എന്നിവ നൽകുന്നു. രേവതി നക്ഷത്രക്കാരുടെ കാരുണ്യത്തിനും സാമൂഹിക സേവനത്തിനും ഈ സംഖ്യ പ്രചോദനമാകും. മറ്റ് അനുകൂല സംഖ്യകൾ 1, 2, 3, 9 എന്നിവയാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യയും മറ്റ് അനുകൂല സംഖ്യകളും ജീവിതത്തിന്റെ പല മേഖലകളിലും ബോധപൂർവം ഉപയോഗിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും യാത്രകൾക്കും നിങ്ങളുടെ ഭാഗ്യസംഖ്യ വരുന്ന തീയതികൾ തിരഞ്ഞെടുക്കാം. സാധ്യമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെയോ വീടിന്റെയോ നമ്പറുകളുടെ തുക ഭാഗ്യസംഖ്യയായി വരുന്നത് നല്ലതാണ്. മൊബൈൽ നമ്പറിലെ അക്കങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ലഭിക്കുന്നത് ആശയവിനിമയത്തിന് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം നൽകാം. നിങ്ങളുടെ ഭാഗ്യസംഖ്യയെ ഒരു പ്രചോദനമായി കാണുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായകമാകും. സംഖ്യാശാസ്ത്രം ഒരു പ്രവചനമാർഗമെന്നതിലുപരി ഒരു വ്യക്തിക്ക് അവനവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ്. അക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു എന്ന അന്ധവിശ്വാസത്തിനപ്പുറം അവയുടെ സ്പന്ദനങ്ങളെയും ഊർജ്ജത്തെയും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പ്രധാനം. ഓരോ നക്ഷത്രത്തിന്റെയും ഭാഗ്യസംഖ്യകൾ ആ നക്ഷത്രജാതരുടെ സ്വഭാവവുമായി ഇഴചേർന്നു നിൽക്കുന്നു. ഈ സംഖ്യകളെ ഒരു വഴികാട്ടിയായി കണ്ട് കഠിനാധ്വാനവും ശരിയായ തീരുമാനങ്ങളും ഒത്തുചേരുമ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സംഖ്യകളുടെ ഈ നിഗൂഢവും ആകർഷകവുമായ ലോകം നമ്മെ നയിക്കുന്നത് സ്വയം തിരിച്ചറിവിന്റെയും വ്യക്തിത്വ വികസനത്തിന്റെയും വിശാലമായ പാതയിലേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതെന്ന് കമന്റ് ചെയ്യുക.